രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ കേരള കോൺഗ്രസ് എം തീരുമാനം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിലപാട് പിന്നീട് പ്രഖ്യാപിക്കും. മുന്നണി പ്രവേശനത്തിൽ തീരുമാനമായില്ലെന്ന് കെ.എം. മാണി വ്യക്തമാക്കി. കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തത്. മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് പാർട്ടിയുടെ നിലപാടിന് കാരണം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന് കെ.എം. മാണി പറഞ്ഞു. 23-ാം തീയതി നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് പിന്നീട് തീരുമാനിക്കും. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ ചർച്ചകളൊന്നും നടത്തിയില്ല. കാരണം അതിൻ്റെ അനൗൺസ്മെന്റ് വന്നില്ല. അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ പാർട്ടി ഞങ്ങൾ പ്രത്യേക സമ്മേളനം കൂടി പ്രത്യേകമായിട്ട് ആലോചിച്ച് അതിനൊരു തീരുമാനമെടുക്കുന്നതാണ്. മുന്നണി പ്രവേശനം പിന്നീട് ചർച്ച ചെയ്യുമെന്നും കെ.എം. മാണി പറഞ്ഞു. ആര് പറഞ്ഞു നീട്ടുന്നു എന്ന്? അതായത് തീരുമാനമൊന്നും ശങ്കിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് തന്നെ വന്നെന്ന് വരും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചെങ്ങന്നൂരിൽ മനസാക്ഷി വോട്ടിന് ആഹ്വാനം നൽകണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. എന്നാൽ കുറച്ചുകൂടി കാത്തിരുന്ന ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു പി.ജെ. ജോസഫിന്റെ അഭിപ്രായം. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷവും ഈ നിലപാടിനോട് യോജിക്കുകയായിരുന്നു. ബി.ജെ.പിയുമായി തൽക്കാലം അടുപ്പം പുലർത്തേണ്ടെന്നുമാണ് യോഗത്തിന്റെ തീരുമാനം. പാർട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 20-ന് നടത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹത്തിനെതിരെ കർഷക സംഗമം ഏപ്രിൽ 27-ന് കോട്ടയത്ത് നടത്താനും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായി. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം അപകടകരമാണെന്നും കെ.എം. മാണി പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം. ഈ വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ഞങ്ങളുടെ കോട്ടയം സ്റ്റുഡിയോയിൽ ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയും, ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ CR നീലകണ്ഠൻ ന്യൂസ് ഡെസ്കിൽ, ഒപ്പം PM സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് ഞങ്ങളുടെ ഡൽഹി സ്റ്റുഡിയോയിൽ, CPM സംസ്ഥാന സമിതി അംഗം ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിൽ. ആദ്യം ശ്രീ ജോബ് മൈക്കിൾ, കഴിഞ്ഞ കുറേ നാളുകളായി കെ.എം. മാണി എങ്ങോട്ടേക്കാണ് എന്നതിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. എല്ലാ മുന്നണികളും ഒരുപോലെ കെ.എം. മാണി ഞങ്ങളുടെ കൂടെ വരണം എന്നാഗ്രഹിക്കുന്നു എന്നൊരു സവിശേഷ കാഴ്ചയ്ക്കാണ് ഇന്നിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ പൊതുവെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഒരു തീരുമാനം ഇനിയും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല പാർട്ടിക്ക്. ഇതിനൊരു വലിയൊരു അവ്യക്തതയുടെ പ്രശ്നമുണ്ടോ പാർട്ടിയിൽ? ഇതെന്താ അവ്യക്തതയുടെ പ്രശ്നം എന്തായിരിക്കുന്നത്? ചരൽക്കുന്നിൽ പാർട്ടി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF എന്നോ LDF എന്നോ BJP എന്നോ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഉള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. ആ തീരുമാനത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുക എന്നത് തന്നെയാണ് തീരുമാനം എന്നല്ലല്ലോ ഇന്നിപ്പോൾ ശ്രീ കെ.എം. മാണിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതോ ഒരു മുന്നണിക്കൊപ്പം ചേരാനാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തന്നെയാണ്. അത് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടനെ ആ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണല്ലോ ഇന്ന് കെ.എം. മാണി പറഞ്ഞത്. അതിനർത്ഥം ഈ സമദൂരം എന്നല്ല, ഒറ്റയ്ക്ക് നിൽക്കുമെന്നുമല്ല. ഇപ്പം വരെയുള്ള തീരുമാനത്തെ പറ്റിയാണ് പറഞ്ഞത്. നാളെ എന്ത് സംഭവിക്കുന്നുള്ള നാളെ നമുക്ക് സംസാരിക്കാം. ഇപ്പം വരെയുള്ള തീരുമാനം, നമുക്ക് എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്: രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യേണ്ട, പാർട്ടി വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും ഇപ്പം എടുത്ത തീരുമാനത്തിന് അനുസൃതമായിട്ടുള്ള തീരുമാനമല്ലേ ആ തീരുമാനം. അതായത് ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം, അത് ഒരുപക്ഷെ MP വീരേന്ദ്രകുമാർ അദ്ദേഹം ജയിക്കുമെന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ, MLA-മാരുടെ വോട്ടുകൾ അത്ര നിർണായകമല്ല എന്നതൊരു ഘടകമായിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഒരു മുന്നണിയിലും ചേരാതെ ഇതേ രീതിയിൽ തുടർന്നു കൊണ്ടുപോവുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതത്ര നല്ലൊരു കാര്യമാണോ? അത് അങ്ങനെയാണോ പാർട്ടിയിലെ അംഗങ്ങളുടെ അഭിപ്രായം? അതെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നോട്ടിഫൈ ചെയ്തില്ല. ഇലക്ഷൻ നോട്ടിഫൈ ചെയ്തതിന് ശേഷമല്ലേ അങ്ങനെയുള്ള തീരുമാനത്തെ പറ്റിയൊക്കെ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. അതിന് ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യാൻ എന്നാ ഇലക്ഷൻ എന്ന് പോലും അറിയാതെ, ഏത് മാസം നടക്കും, ഏത് ദിവസം നടക്കും, എന്ന് നടക്കുമെന്നും അറിയാതെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ തീരുമാനം. തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാത്തത് മാത്രമാണ് നിങ്ങളൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനത്തെ പ്രശ്നമല്ലല്ലോ.
തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആരെങ്കിലും പാർട്ടി തീരുമാനിക്കുന്നതല്ലോ. BJPയോ LDFോ UDFോ തീരുമാനിക്കുന്നതല്ല. ഇവിടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കണം, ഇന്ന ദിവസം ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു, അതിൻ്റെ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഡേറ്റ്, നോമിനേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്, വിഡ്രോ ചെയ്യാനുള്ള ഡേറ്റ്, അതോടൊപ്പം തന്നെ വോട്ടിംഗ് ഡേറ്റ്, ഇതൊക്കെ തീരുമാനിക്കാനുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശ്രീ PK കൃഷ്ണദാസ്, അദ്ദേഹം BJPയുടെ നേതാവാണ്. അദ്ദേഹം KM മാണിയുമായി നടത്തിയ കൂടിക്കാഴ്ച, അതാണല്ലോ ഇപ്പോൾ ഈ ചർച്ചകളിലേക്ക് ഏറ്റവും ഒടുവിലായി വന്നുപെട്ടിരിക്കുന്നത്. ആ ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ്? അതൊരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്ന് KM മാണി പറയുമ്പോൾ അത് വെറും ഒരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല എന്ന് തന്നെ BJP നേതാക്കൾ പോലും വ്യക്തമാക്കുന്നുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് ഇന്ന് മാണി സാറ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാർ ഓരോ സ്ഥലത്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗഹൃദം പങ്കുവെക്കും, തമ്മിൽ കാണും, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലോ വെച്ച് കാണും, ചിലപ്പോൾ ഒരുമിച്ച് ഒരു ചായ കുടിക്കും, വർത്തമാനം പറയും. അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളൊന്നും അല്ലല്ലോ, അതൊരു സൗഹൃദ സംഭാഷണം മാത്രം. താങ്കൾ തുടരണം. ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം KM മാണി എന്ന് പറഞ്ഞാൽ ഇത്രയധികം രാഷ്ട്രീയ കൗശലം കാട്ടുന്ന മറ്റൊരു നേതാവ് ഇന്ന് ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കണം മറുപടി. മുൻപൊരു പക്ഷേ K കരുണാകരനെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നു. ഇന്ന് KM മാണിയോടെ അത്രയും രാഷ്ട്രീയ കൗശലം കാണിക്കുന്ന മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് മറുപടി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ഒരു മൗനം പാലിച്ചുകൊണ്ട് ഇതിപ്പോൾ കാലം കുറച്ചായി, ആ മൗനത്തിന് വലിയ അർത്ഥങ്ങളുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മാണി ഈ കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് കേരള രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ അങ്ങേയറ്റം അപഹാസ്യമാക്കുന്ന തരത്തിൽ വെത്തി നിൽക്കുകയാണ്. ഒരു മുന്നണിയിൽ ജയിക്കുന്നു, അവിടുന്ന് വിട്ടുപോകുന്നു, പിന്നെ 2 വള്ളത്തിലല്ല 3 വള്ളത്തിൽ കാലുവെക്കുന്നു, 2 കാലുള്ളത് 3 വള്ളത്തിൽ വെച്ചിരിക്കുക. അതുകൂടാതെ മാണിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേരളം മുഴുവൻ സമരം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരെ ഇപ്പോൾ റെഡ് കാർപ്പറ്റ് കിടക്കുന്നു. ഇതിൽ പരം ജനാധിപത്യത്തെ അപഹാസ്യമാക്കാൻ വേറെ വല്ലതുമുണ്ടോ? ഞാൻ മാണി സാറിനെ പറയില്ല, അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇത് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുന്ന ആളുകളെയാണ്. നേരത്തെ അനുജ ചോദിച്ചത് ശരിയാണ്. ഇത്ര കൗശലക്കാരനായ 3 മുന്നണികളെയും ഒരേ സമയം വഞ്ചിക്കാനും അതിലേറെ കേരള രാഷ്ട്രീയം അരാഷ്ട്രീയവൽക്കരിക്കാനും ഇത്ര എളുപ്പം കഴിഞ്ഞ മറ്റൊരു നേതാവ് അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാണിക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ അവരിപ്പോൾ അപഹാസ്യരായി, അതിനെതിരായി വോട്ട് ചെയ്തവരും അപഹാസ്യരായി. ഇപ്പോൾ എല്ലാ മുന്നണികളും മാണി വേണം എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ ജയിക്കുക തോൽക്കുകയൊക്കെ രണ്ടാമത്തെ വിജയ. പക്ഷേ ഒരു രാഷ്ട്രീയം ഇത്രയും അപഹാസ്യമാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൗശലക്കാരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇത് കാണുന്ന കേരളത്തിൽ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ഞാൻ അപമാനം കൊണ്ട് തല താഴ്ത്തുന്നു. അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ LDF നമുക്കറിയാം CPIM കഴിഞ്ഞ കുറച്ച് നാളുകളായി KM മാണി വന്നാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷേ CPI അതിനോട് അത്ര ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുമില്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി കാണാൻ കഴിയുന്ന സവിശേഷ സാഹചര്യം എന്നതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. BJPയും KM മാണിക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുകയാണ്. നേരത്തെ ശ്രീ CR നീലകണ്ഠൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം, അതിനുവേണ്ടി ഇപ്പോൾ BJPയും കാത്തിരിക്കുന്നു. വല വീശിയിരിക്കുകയാണ് BJPയും. അതായത് LDF ഇല്ല എന്നുണ്ടെങ്കിൽ BJP ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മിസ്റ്റർ CR നീലകണ്ഠൻ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു. 900 മുമ്പുള്ള ഇന്ത്യൻ രാഷ്ട്രീയമല്ല ഇപ്പോൾ. ഒരു ഏകാധിപത്യ വാഴ്ചയുടെ കേളികൊട്ട് ആരംഭിച്ചു, അതാണ് നടക്കുന്നത്. ആ ഏകാധിപത്യ വാഴ്ചക്കെതിരായി മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അണിനിരത്തി ആ ഏകാധിപത്യ വാഴ്ചയെ തകർക്കലാണ് ജനാധിപത്യത്തിന്റെ പ്രസക്തി. അതിൽ ഏകാധിപത്യത്തെ എതിർക്കാൻ നിൽക്കുന്ന ഫാസിസ്റ്റ് ഭരണ നിലപാടുകളെ എതിർക്കാൻ നിൽക്കുന്ന വ്യക്തികളും കക്ഷികളും ഒക്കെ ഒരുമിച്ചുകൊണ്ട് ആ ഫാസിസ്റ്റ് വാഴ്ചയെ തകർക്കണം. അത് ജനാധിപത്യമല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് യഥാർത്ഥ ജനാധിപത്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ഈ ഫാസിസ്റ്റ് ശക്തി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും BJP ആണല്ലോ.
ആ BJP-യിലേക്കാണോ ഇപ്പോൾ മാണി പോകുന്നതെന്ന സംശയമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർന്നു കേൾക്കുന്നത്. BJP നേതാക്കൾ മാണിയെ പോയി കാണുന്നു. ഇതിൽ BJP-യിലേക്കില്ല എന്ന് പറയാൻ ഇനിയും മാണി തയ്യാറായിട്ടുമില്ല. ഞാനിപ്പോ മാണി എങ്ങോട്ട് പോകുന്നുള്ള അല്ല ഇവിടെ ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നത്. മാണി എങ്ങോട്ടോ പോകട്ടെ, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എടുക്കേണ്ട നിലപാടിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. മാണി എങ്ങോട്ട് പോകണം, കോൺഗ്രസിനോട് UDF തന്നെ പോകും, തിരിച്ചു പോകുമോ, അതല്ല BJP പോകുമോ, LDF-ലേക്ക് വരുമോ എന്നുള്ളത് വേറെ കാര്യം. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ പ്രസക്തി ഓരോ രാഷ്ട്രീയ പാർട്ടിയും കണക്കുകൂട്ടേണ്ടത്, എടുക്കേണ്ട നിലപാട് ഫാസിസത്തിനെതിരായി, ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കേണ്ടത്. അവിടെ മാണിയുടെ പാർട്ടി ഏത് നിലപാടെടുക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പൊ എന്തായാലും അവരൊരു വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ പിന്നീട് നിലപാടെടുക്കും, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇപ്പൊ പറയുന്നില്ല എന്നൊക്കെയാ പറയുക. അവരുടെ നിലപാടെടുക്കാൻ, ഏത് നിലപാടെടുക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് എടുത്തോട്ടെ. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാട് ഏതായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇപ്പോൾ മാണി സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു നിലപാടിൽ പ്രത്യേകിച്ച് പൊരുത്തക്കേടുകളൊന്നും താങ്കൾ കാണുന്നില്ല. മാണിയുടെ പാർട്ടി എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് അവർ കാണാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത്. നമുക്ക് പറയാനൊക്കെ മാണി ഇന്ന നിലപാടെടുക്കണോ, ഏതെങ്കിലും ഒരു പാർട്ടിയെ കൽപ്പിക്കാനൊക്കെ, ആജ്ഞാപിക്കാനൊക്കെ, അത് അവർക്ക് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മാണി ഇപ്പോ ഒരു പാർട്ടിയിലും ഒരു മുന്നണിയിലും ഇല്ലാതെ നിൽക്കുകയാണ്. UDF ഉണ്ടായിരുന്നു, അത് വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹം LDF-ലുമില്ല, UDF-ലുമില്ല, BJP-യുടെ മുന്നണിയിലുമില്ല. സ്വതന്ത്രമായ ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഏത് നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, പിന്നീട് സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാം. ആ സ്വതന്ത്രമായ നിലപാട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും LDF-ലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണമോ? എന്നല്ലല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ രാഷ്ട്രീയ പാർട്ടി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എടുക്കേണ്ട നിലപാട് അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. എവിടെ നിൽക്കണം, ഫാസിസത്തിനും ഏകാധിപത്യത്തിനും എതിരായി നിൽക്കണമോ, ജനാധിപത്യത്തിന്റെ കൂടെ നിൽക്കണമോ, ജനാധിപത്യ പ്രക്രിയയുടെ കൂടെ നിൽക്കണമോ, അത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുള്ളതാണ്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഇന്നിപ്പോൾ KM മാണിയുടെ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. മുൻപ് ചരൽക്കുന്ന് തീരുമാനം, അതിൽ ഒരു സമദൂരം എന്നൊരു തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി ഏതോ ഒരു മുന്നണിക്കൊപ്പം ചേരാൻ ഇവർ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? താങ്കൾ എന്താണ് ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കിയത്? ഞാനിത് മനസ്സിലാക്കിയതിനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം ഇപ്പോഴും വളരെ അവ്യക്തമായ ഒരു നിലപാടിലുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. തൻ്റെ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തേക്ക് പോകാനാണ് എന്ന് സമകാലീന രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം ഒന്നും വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. വരണം എന്ന് ആനത്തലവൻ ചേട്ടന്റെ പാർട്ടി അദ്ദേഹത്തോട് പരസ്യമായും രഹസ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് ശ്രീ കാനൻ രാജേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. BJP-യിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട കൃഷ്ണദാസ് 2 ദിവസം മുമ്പേ അദ്ദേഹത്തിനെ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ജനവിഭാഗം ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംശയം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. UDF-ലേക്ക് തിരികെ തന്നെ വരണം എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പോയതിനു ശേഷം എങ്ങനെയാണ് തിരികെ വരിക എന്ന ഒരു മനപ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളാൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേരള കോൺഗ്രസും അതിന്റെ നേതാവ് ശ്രീ KM മാണിയും മാറിയിരിക്കുകയാണ്. അത് അദ്ദേഹം എങ്ങനെയാണ് റിസോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. അപ്പോൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താണോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ആ ആഗ്രഹം നടക്കും എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജയപരാജയങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു സത്യസന്ധതയോ ഒരു ആത്മാർത്ഥതയോ എനിക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, വരാനിരിക്കുന്ന ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പാണ്. ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് ഉടനെ വരും, ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഒരു 6 പതിറ്റാണ്ടോളം ദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വ്യക്തമായി പറയാം ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് എന്ന് നടന്നാലും നടന്നില്ലെങ്കിലും
ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് പറയാം. അദ്ദേഹം പണ്ടങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ വീണ്ടും തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരട്ടെ എന്നിട്ടാവാം എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ശ്രീ ആനത്തലവട്ട ഭാരതചേട്ടൻ പറഞ്ഞ എന്താ, ഓരോ പാർട്ടിയും എടുക്കേണ്ടുന്ന നിലപാട് ഇന്നതാണ്, അവരല്ലേ തീരുമാനിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി മറ്റേതെല്ലാം പാർട്ടികളോട് നിങ്ങളുടെ നിലപാട് ശരിയല്ല, നിങ്ങളുടെ നിലപാട് തെറ്റാണ്, ഇന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഏതൊക്കെ പാർട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം വരുമ്പോൾ കേരള കോൺഗ്രസിനോട് പറയുന്ന സമയത്ത് അത് അവരല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞൊഴുകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ശ്രീ KM മാണിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അസ്വാരസ്യങ്ങളെ മൂടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒഴികഴിവ് ന്യായം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ശ്രീ KM മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും തിരികെ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാഗതം. അദ്ദേഹം തിരികെ വരുന്നില്ല എങ്കിൽ അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമോ അത് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രൊറോഗേറ്റീവ് എന്ന നിലയ്ക്ക് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്കതിനെ വീക്ഷിക്കാൻ കഴിയുന്നുള്ളൂ. ശ്രീ CR നീലകണ്ഠൻ, ഇത് ശരിക്കും ഒരു അത്ഭുതകരമായൊരു സ്ഥിതിവിശേഷം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തെ എല്ലാവരും, എല്ലാ മുന്നണികളും ഒരുപോലെ കരുനീക്കം നടത്തുന്നു, വല വിരിച്ചിട്ടിരിക്കുന്നു. ഇത് ഇത്തരത്തിലൊരു സവിശേഷ സാഹചര്യം താങ്കൾ മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഒരുപോലെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം എന്ന് പറയുകയാണ്. എന്ത് മഹത്വമാണ് ഇത്രയധികം ഇങ്ങനെ എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യാൻ മാത്രം ഈ പാർട്ടിക്കുള്ളത്? അല്ല, അതിൻ്റെ മഹത്വം വളരെ കൃത്യമാണ്. ഒരു പ്രത്യേക പ്രദേശത്തെ കുറേ ആളുകളെ അവരുടെ കീഴിലുണ്ട്. അവരുടെ വോട്ട് കിട്ടിയാൽ ഒരു മാർജിനൽ വോട്ട് കൊണ്ട് ചെങ്ങന്നൂരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാം, തോൽക്കാം, അതൊക്കെ ഉണ്ട്. ഇപ്പം അത് UDFനും LDFനും അവരുടെ ബാലൻസിങ് ആണത്. നേരെ മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ്. മാണിയെ കിട്ടിയാൽ അത് ലോട്ടറിയാണ്. കാരണം അവർക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു പ്രദേശത്ത് വളരെ ശക്തനായ പേരുകളുള്ളൊരു നേതാവ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന സഖാവ് ആനത്തലവട്ട ആനന്ദം പറഞ്ഞത് വളരെ അപഹാസ്യമായൊരു നിലപാടാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു BJPക്കെതിരായുള്ള ഐക്യം ഉണ്ടാക്കാൻ മാണി ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുകയാണ്. അവിടെ എനിക്ക് തമാശയുണ്ട്. ശ്രീ സുരേഷ് ബാബു അവിടെ ഇരിക്കുന്നുണ്ട്. BJPക്കെതിരായി വലിയ സമരം നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ അടുപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ആളുകൾ കേരള കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ വന്നോട്ടെ BJPക്കെതിരായി എന്ന് പറയുന്നതിലൊരു അപഹാസ്യതയുണ്ടല്ലോ. അവിടെ തന്നെയാണ് രാഷ്ട്രീയം എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം 2 വർഷം മുമ്പ് നമ്മൾ എന്തൊക്കെ ഈ കേരളത്തിൽ കണ്ടുവെന്ന്, കേരളത്തിൻ്റെ 2.5 ലക്ഷം രൂപ പൊതുസമ്പത്ത് അസംബ്ലിയിൽ നശിപ്പിച്ചത് ഈ മാണി കൈക്കൂലിക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബാർകോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നിയമസഭയിൽ അവതരിപ്പിക്കാതിരിക്കാനാ. ഈ ആനത്തലവട്ടം ആനന്ദൻ സഖാവ് അടക്കം ഒരു മാപ്പെങ്കിലും പറയണ്ടേ ജനങ്ങളോട്? ഇത് ജനങ്ങളുടെ 2.5 ലക്ഷം രൂപ ഞങ്ങൾ കളഞ്ഞത് അറിയാതെ കളഞ്ഞു പോയത് പറഞ്ഞോട്ടെ, തെറ്റ് പറ്റി തിരുത്തിക്കോ, പക്ഷെ അത് പറയണ്ടേ, അത് പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? അതും ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഏത് തീരുമാനമെടുത്താലും 3 വള്ളത്തിൽ കാല് വെച്ചാൽ കേരള കോൺഗ്രസിന് പിന്നെ പിളരുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ കാലത്തും വളരും തോറും വളരുകയും അതിനനുസരിച്ചുള്ള ചില കളികൾ കളിക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ കേരള കോൺഗ്രസ് 2ആയി പിളരുമോ 3ആയി പിളരുമോ എന്നാണ് ഇനി നമുക്ക് കാണാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വയം കൃതനാർത്ഥമാണ്. കാരണം അവർ UDFിൽ നിന്ന് വിട്ടപ്പോൾ അവരുടെ MLA സ്ഥാനം രാജിവെച്ചിട്ടാണ് വന്നെങ്കിൽ ഞാൻ അവരെ ബഹുമാനിക്കുമായിരുന്നു. അതില്ല. PM സുരേഷ് ബാബുവിൻ്റെ പാർട്ടിക്കാരടക്കം വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അവരെ. ഇപ്പോൾ വീരേന്ദ്രകുമാറിന് അനുകൂലമായി അല്ലെങ്കിൽ നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത്? പറയണ്ടേ? അത് പറയാതെ ഈ ഉരുണ്ടുകളിയും ഈ തട്ടിപ്പും കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന് അവർ തീരുമാനിക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല. അതാണ് ശ്രീ ജോബ് മൈക്കിൾ, എല്ലാവരും ഉന്നയിക്കുന്ന ഒരു സംശയം അത് തന്നെയാണ്. ഇത്ര തലമുതിർന്ന ഒരു നേതാവ് തന്റെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു? ഇപ്പോൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് തീർത്തും ബാലിശമായൊരു ന്യായീകരണമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്ന് അറിയാം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കൂടിയാലോചനകളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് ഇനിയും വിജ്ഞാപനം വരട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞത് മാറ്റിവെക്കുമ്പോൾ
ഇവിടെ ഒരു വലിയ അഭിപ്രായ ഭിന്നത പാർട്ടിയിൽ ഈ വിഷയത്തിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഒരു മനസാക്ഷി വോട്ട് എന്നൊന്ന് ജോസ് കെ മാണി അങ്ങനെയൊന്ന് നിർദ്ദേശം വച്ചതായി കേട്ടു. പക്ഷേ അത് പി ജെ ജോസഫിന് യോജിക്കാൻ കഴിയുന്നില്ല. ഇത് LDF-ലേക്ക് പോകണോ UDF-ലേക്ക് പോകണോ എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസം അത് നിലനിൽക്കുന്നുണ്ട്. CF തോമസും പി ജെ ജോസഫും ഒക്കെ ഈ കാര്യത്തിലൊക്കെ വിവിധ ചേരികളിൽ നിൽക്കുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസം തന്നെയാണോ ഇവിടെ പാർട്ടിയെ കുഴയ്ക്കുന്നത് ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ? തനുജ, ഇന്നത്തെ പത്രസമ്മേളനം ശ്രദ്ധിച്ചായിരുന്നോ? പത്രസമ്മേളനത്തിൽ ഇപ്പം തനുജ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഏക അഭിപ്രായത്തോടു കൂടിയാണ് പാർട്ടി ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ അവരെല്ലാം കൂടിയാണ് പറഞ്ഞത്. അല്ല, എന്ത് അഭിപ്രായം? ഇവിടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റിയില്ല. ശ്രീ ജോബ് മൈക്കിൾ, ഒരു അഭിപ്രായം ഞങ്ങൾ പ്രഖ്യാപിക്കും, അത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരട്ടെ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതൊരു അഭിപ്രായമല്ലല്ലോ. അല്ല, ബഹുമാനപ്പെട്ട CR നീലകണ്ഠപിള്ളയും അതുപോലൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവും ഒക്കെ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അവരെ ഞങ്ങൾ ചരൽക്കുന്നിലെടുത്ത തീരുമാനം എന്താ? ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ. അതല്ലാതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകൾ ചാനൽ ചർച്ചയ്ക്കകത്ത് വന്നിരുന്ന് പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. ഒരിക്കലും ചാനൽ ചർച്ചയിൽ വന്ന് തീരുമാനം പറയണമെന്നല്ലോ ഞങ്ങൾ പറയുന്നത്. ശ്രീ ജോബ് മൈക്കിൾ, ഇന്നിപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം നിങ്ങളുടെ ചെയർമാൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് ഇന്നെങ്കിലും പ്രഖ്യാപിക്കുമെന്നത് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു, കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു, നിങ്ങളുടെ അണികൾ ഉറ്റുനോക്കുകയായിരുന്നു. ഇനിയും അതിന് കാലതാമസം വരുത്തുന്നത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. ഇതൊരു വിലപേശൽ തന്ത്രമാണ് എന്ന് മറ്റുള്ള ആരെങ്കിലും ഒരാൾ ആക്ഷേപിച്ചാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതങ്ങനെയല്ല എന്ന് പറയാൻ കഴിയുക? തനുജ, അതിന് ഇന്ന് പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് 23-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ വിട്ടുനിൽക്കുന്നു. അത് തീരുമാനമാണല്ലോ. അതൊരു തീരുമാനമായിരിക്കാം. അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. അതൊരു പക്ഷേ അവിടെ ശ്രീ ജോബ് മൈക്കിൾ, അവിടെ ഒരുപക്ഷെ മാണിയുടെ വോട്ടുകൾ അത്ര നിർണായകമാകില്ലായിരിക്കാം. അവിടെ ആരായിരിക്കും വിജയിക്കുക എന്നതിൽ ഏതാണ്ട് ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ അതിൽ ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ എന്ന് പറയുന്നതിനേക്കാൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കാൻ പോകുന്നു എന്നത് തന്നെയല്ലേ നിർണായകം? ശ്രീ ജോബ് മൈക്കിൾ, ഞാൻ ചോദിക്കണം, അത് ഇപ്പോഴേ ഞങ്ങളെ കൊണ്ട് കാലം കൂട്ടി പറയുന്ന കാര്യം എന്തായിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രാം തീയതി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള സമയമാകുമ്പോൾ പാർട്ടി നോമിനേഷൻ കൊടുക്കുമോ അതോ ഏതെങ്കിലും മുന്നണി സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേരം തീരുമാനിക്കും. അപ്പോൾ അത് നേരത്തെ കൂട്ടി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ട കാര്യമില്ല. ഇതിനെയും നേരത്തെ കൂട്ടി എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹി ഈ തെരഞ്ഞെടുപ്പ് ഇനിയും വിജ്ഞാപനം വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ അതിൽ തീർച്ചയായും ഇതൊക്കെ കൊണ്ടാണ് ഇതൊരു വിലപേശൽ തന്ത്രമാണ്, ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് എന്നൊക്കെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്നും തെറ്റു പറയാൻ കഴിയില്ല. ശ്രീ ജോബ് മൈക്കിൾ, അതെന്താ വിലപേശൽ തന്ത്രം? എന്താ വിലപേശൽ തന്ത്രം? ഒന്നുമില്ല ഇതിനകത്ത് ക്ലിയർ പൊളിറ്റിക്സാ. ഞങ്ങൾ ചരൽക്കുന്നിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ചെങ്ങന്നൂരിൽ സമദൂരമായിരിക്കുമോ? അങ്ങനെയെങ്കിൽ ശ്രീ ജോബ് മൈക്കിൾ, ചെങ്ങന്നൂരിൽ സമദൂരമായിരിക്കുമോ? അല്ല, അതിപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയമാണ്. അത് പാർട്ടി ചർച്ച ചെയ്ത് അത് ചർച്ച ചെയ്യാനല്ലേ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടിയത്? ശ്രീ ജോബ് മൈക്കിൾ, ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ലേ? ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒത്തിരിയേറെ അജണ്ടകളുണ്ടായിരുന്നു. അതിലൊരു അജണ്ടയായിരുന്നു അടുത്ത് നടക്കാൻ പോയി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് 23-ന്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് ഇലക്ഷൻ 20-ാം തീയതി നടക്കാൻ പോകുന്നു. അടുത്ത മാസം 20-ാം തീയതി പാർട്ടിയുടെ സ്റ്റേറ്റ് ഇലക്ഷൻ നടത്താൻ പോകുന്നു. അതോടൊപ്പം 27-ാം തീയതി കർഷകർക്ക് വേണ്ടി കർഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർഷക പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാർച്ച് നടത്താൻ പോകുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, ആ ഡേറ്റ് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രഖ്യാപനം, നമ്മൾ ചർച്ച നടത്തിയ തീരുമാനം എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വളരെ ക്ലിയറായിട്ട് പത്രക്കാരോട് എല്ലാവരെയും വിളിച്ചു ചേർത്ത് മാണി സാറും പി സാറും CF തോമസ് സാർ ഉൾപ്പെടെയുള്ള MLA മാർ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് പറഞ്ഞതാണ്.
അതായത് അപ്പൊ ഇനിയിപ്പോൾ അതിനകത്ത് എന്താ ഇത്ര വിജ്ഞാപനം സംശയിക്കുന്നത്? വന്നു കഴിഞ്ഞാൽ വീണ്ടും യോഗം കൂടും, സംശയിക്കുന്നത് അങ്ങനെയാണോ തീരുമാനമെടുക്കാൻ? കൂടി തീരുമാനമെടുക്കും. നടക്കും. അതാണ് ഇപ്പോൾ ശ്രീ KVS ഹരിദാസ് കൂടി ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ KVS ഹരിദാസ്, ഇതൊരു ഇന്നലെ ഇപ്പോൾ നമുക്കറിയാം ശ്രീ PK കൃഷ്ണദാസ് KM മാണിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്ന് KM മാണി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇത് വെറും ഒരു സൗഹൃദ കൂടിക്കാഴ്ച അല്ലായിരുന്നു എന്നത് സുവ്യക്തവുമാണ്. പ്രതീക്ഷയുണ്ടോ BJPക്ക് KM മാണി നിങ്ങളിലേക്ക് എത്തും എന്ന്? അല്ല, ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ സൗഹൃദപരമായിരിക്കാം, പക്ഷെ അതിലൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇപ്പോൾ മാണി സാർ എന്ത് പറഞ്ഞാലും PK കൃഷ്ണദാസ് എന്ത് പറഞ്ഞാലും രാഷ്ട്രീയ നേതാക്കന്മാർ കാണുന്ന സമയത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും, അതിൽ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എനിക്കൊന്നും അതിനകത്തൊരു ആശയക്കുഴപ്പമൊന്നുമില്ല. പിന്നെ കേരളത്തിൽ BJPയോടൊപ്പം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം വരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ളത് KM മാണി തന്നെയാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തന്നെയാണ്. അവർക്ക് തീരുമാനമെടുക്കാം. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ പല തട്ടുകളിൽ നടന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചില സൂചനകൾ നേരത്തെ കിട്ടിയിരുന്നു. ഡൽഹിയിലൊരു 1-2 വട്ടം BJPയുടെ ദേശീയ നേതാക്കന്മാരുമായിട്ട് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ കണ്ടിട്ടുണ്ട്. BJPയുടെ മധ്യസ്ഥന്മാരുമായിട്ട് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പരസ്യമായിട്ട് രഹസ്യമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാരണം BJP നേതാക്കന്മാർ നടത്തുന്ന പോലെയല്ല BJPയുടെ പ്രതിനിധികളും കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയും തമ്മിൽ നടത്തുന്ന ചർച്ചകളൊക്കെ തന്നെ. അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ഇനിയിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ മൈൻഡഡ് ആണ്. കേരള കോൺഗ്രസ് BJPയോടൊപ്പം വരുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ദേശീയ ജനാധിപത്യ സഖ്യവും BJPയും. അപ്പോൾ അതിൽ തീരുമാനം എടുക്കേണ്ടത് KM മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. അവർ തീരുമാനം എടുക്കട്ടെ. അവർക്കിപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്താൻ തൽക്കാലം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അപ്പോഴും നമ്മൾ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും കേരളത്തിൽ ഇത്രയും MLA മാരുള്ള ഒരു പാർട്ടിക്ക് ഒരു നിലപാടെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു. അതൊരു സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഇടതു മുന്നണിയിലേക്കോ വലതു മുന്നണിയിലേക്കോ അല്ല തങ്ങൾ പോകുന്നത് എന്നൊരു മെസ്സേജ് അതിലൂടെ KM മാണിയുടെ പാർട്ടി നൽകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു BJPയിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അവർ ഇടതുപക്ഷത്തേക്ക് പോകുന്നില്ല. അങ്ങനെയായിരുന്നു നമ്മൾ അതൊരു പ്രതീക്ഷ അതിൽ വെച്ച് പുലർത്തുകയാണ്. ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നല്ല, പക്ഷെ അവരുടെ നിലപാട് അത് വളരെ പോസിറ്റീവാണ്. KM മാണിയുടെ നിലപാട് വളരെ പോസിറ്റീവാണ്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ആരാ ജയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയമില്ല. കാരണം ഇടതുപക്ഷ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കും എന്നത് തീർച്ചയാണ്. അപ്പോൾ വേണമെങ്കിൽ KM മാണിക്ക് അതിനെ പിന്തുണയ്ക്കാമായിരുന്നു. പ്രത്യേകിച്ചും മാണി സാറിനെ ഇടതു മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു എന്നും മറ്റുള്ള വാർത്തകളും പ്രചരണങ്ങളൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പക്ഷേ അദ്ദേഹം അതിന് വഴിപ്പെട്ടില്ലെന്ന് മാത്രമല്ല UDFിലേക്ക് അടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. അതൊരു പോസിറ്റീവ് ഡിസിഷനാണ് KM മാണിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ സമയമുണ്ട്. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിപ്പോൾ മാണി സാറിൻ്റെ പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ മറ്റ് സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി ക്യാമ്പയിൻ തുടങ്ങി. കേരള കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് തീരുമാനം എടുക്കാനുള്ള സമയമുണ്ട്. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തീരുമാനം എടുത്താൽ മതി കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂർ. അപ്പോൾ അവർക്ക് കാത്തിരിക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നണില്ല അവർ തിരക്ക് കാണിച്ചു എന്നോ, അല്ലെങ്കിൽ തിരക്ക് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടാവാം ഇദ്ദേഹം എന്താണ് നിലപാടെടുക്കുന്നത് എന്നത് സംബന്ധിച്ച്. പക്ഷേ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര തിരക്ക് ഉണ്ടാവേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് അത് പ്രതീക്ഷാ നിർഭരമാണ് എന്നാണ് KVS ഹരിദാസ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ LDFിൻ്റെ മദ്യനയത്തെക്കുറിച്ച് അദ്ദേഹം വിമർശിക്കുകയാണ് ഉണ്ടായത്. ഇത് മദ്യലഭ്യത കൂട്ടാൻ മാത്രം ഉപകരിക്കുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം കാർഷിക മേഖലയോട് LDF സർക്കാർ കാണിക്കുന്ന നയത്തെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ BJPക്ക് പ്രതീക്ഷയാണ്. അത് BJP, എന്റെ സുഹൃത്ത് ഹരിദാസ് ഇവിടെ പറഞ്ഞതുപോലെ
BJPക്ക് ദേശീയ മഹാസഖ്യത്തിൽ ആരെല്ലാം കിട്ടുമോ അവരെയൊക്കെ കൂട്ടാവുന്ന പരിശ്രമം അവർ നടത്തുന്നുണ്ട്. ഇപ്പുറത്ത് ദേശീയ സഖ്യത്തെ NDA പരാജയപ്പെടുത്തേണ്ട ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റാൻ ജനാധിപത്യ മതേതര ശക്തികൾ അവരും അതേപോലെ ഉള്ള തന്ത്രങ്ങളൊക്കെ മെനയേണ്ടി വരും. എന്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ CR നീലകണ്ഠനും അതുപോലെ സുരേഷ് ബാബുവും ഞാൻ പറഞ്ഞതിനെ ഒന്നും നിഷേധിച്ചില്ല. ജനാധിപത്യത്തിന്റെ കാവൽപ്പടന്മാരാണ് ഇവരെങ്കിൽ, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭാഷയ്ക്ക് എതിരായ നിലപാടാണ് ഇവർക്കുള്ളതെങ്കിൽ CR നീലകണ്ഠൻ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ മുന്നണിയിലേക്ക് വരേണ്ടി വരും. അതല്ല പറച്ചിന് മാത്രം ജനാധിപത്യത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുകയും ഏകാധിപത്യ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്ന ഒരു മുന്നണിയെ സഹായിക്കാൻ നിലപാടെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്ത് വരാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികൾ യോജിച്ച് അണിനിരക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. മാണിയുടെ പാർട്ടിയും അവരിപ്പോ മിസ്റ്റർ ഹരിദാസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ അവരെ കാര്യം ആലോചിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ജനാധിപത്യ പാർട്ടികളാണെങ്കിൽ അവരൊറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കേണ്ടി വരും ജനാധിപത്യ പാർട്ടികൾ. മറിച്ച് ഇതുപോലെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന, എവിടെ നിന്നാലും വേണ്ടില്ല തങ്ങൾക്കും കിട്ടണം അധികാരം എന്ന നിലപാട് സ്വീകരിക്കുന്നവർക്കാണെങ്കിൽ ഏത് മുന്നണിയിലും നിൽക്കാം. അതൊക്കെ അതാത് പാർട്ടികളാണ് തീരുമാനിക്കുന്നത്. സുരേഷ് ബാബുവിനോട് ചോദിച്ചത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അപ്പൊ CR ചോദിച്ചു കോൺഗ്രസിന്റെ സുരേഷ് ബാബു അപ്പുറത്ത് ഇരിക്കുന്നു, എന്നിട്ട് സുരേഷ് ബാബു നിങ്ങളുടെ മുന്നണിയിൽ വരേണ്ടതില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ എന്റെ പ്രിയപ്പെട്ട CRനോട് ചോദിക്കട്ടെ, നമ്മളിപ്പോ 2-3 തെരഞ്ഞെടുപ്പുകൾ കണ്ടല്ലോ. ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ. എന്താ സംഭവിച്ചിരിക്കുന്നത്? 36% വോട്ടുണ്ടായിരുന്ന BJP കോൺഗ്രസിന് 1.8% വോട്ട് കിട്ടുകയും കോൺഗ്രസുകാർ 36 പേർ കോൺഗ്രസ് MLA-മാരായിരുന്നു സ്ഥാനാർത്ഥികളായി മത്സരിച്ച് MLA-മാരായിരുന്നവർ BJPയുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്ത ചിത്രം നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറയാൻ സമയമായില്ലല്ലോ. അവരെയല്ലേ നമ്മൾ കൂട്ടണമെന്ന് പറയുന്നത്? അവർ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇവിടെ തന്നെ ചെങ്ങന്നൂരിൽ തന്നെ നിങ്ങൾ നോക്കൂ. ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ 44% വോട്ട് കിട്ടിയപ്പോൾ മുമ്പ് സജി ചെറിയാൻ തോറ്റ്. 36% വോട്ട് കിട്ടിയപ്പോൾ രാമേന്ദ്രൻ നായർ ജയിച്ചു. 45% വോട്ട് കിട്ടിയ സജി ചെറിയാൻ എന്തുകൊണ്ട് തോറ്റ്? അന്ന് BJPക്ക് 16,000 വോട്ടുണ്ടായിരുന്നു. അതിൽ 10,000 വോട്ട് കൂടി കോൺഗ്രസിന് കൊടുത്തു. ഇത് തമ്മിൽ പരസ്പര കച്ചവടമാണ്. 6,000 ചുരുങ്ങിയ BJPയുടെ വോട്ട് 10,000 കൂടി കോൺഗ്രസ് കൊടുത്തിട്ടാണെന്ന് കോൺഗ്രസിന് ജയിപ്പിച്ചത്, സജി ചെറിയാനെ തോൽപ്പിച്ചത്. ഈ കച്ചവടം മറിച്ചും ചെയ്താൽ എന്താ ചെയ്യുക? അതുകൊണ്ട് ഇവർ ആരെങ്കിലും വിശ്വസിക്കാൻ നോക്കുമോ? ഇവരൊരു ഉറച്ച നിലപാടെടുക്കണ്ടേ? അത് ഈ പറഞ്ഞ പോലെ ജനാധിപത്യത്തിന്റെ കാവൽപ്പടന്മാരാകണ്ടേ, മതേതരത്വത്തിന്റെ കാവൽപ്പടന്മാരാകണ്ടേ? പ്രസംഗവും മാത്രം മതിയോ? പ്രവൃത്തിയിൽ വരണ്ടേ? ജനാധിപത്യവും മതേതരത്വവും കശാപ്പ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരുമായിട്ട് പിന്നെ എങ്ങനെ ധാരണയും കൂട്ടുകെട്ടും? പക്ഷെ ഇവിടെ ഇപ്പോൾ KM മാണി ഒരു നിലപാടിലേക്ക് പോകുന്നില്ല. ഇനിയും ഇപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം വന്നാൽ അത് മതേതരത്വത്തിന്റെ വക്താക്കളോടൊപ്പം മാണി എത്തിയെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ അങ്ങനെയൊന്നും തുറന്നു പറയാൻ മാണി ഇനിയും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന് ഇപ്പോൾ ആരായാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ട, അല്ലെങ്കിൽ അർഹതപ്പെട്ടതെന്നല്ല, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തോ അത് തരുന്നവരോടൊപ്പം ഞങ്ങൾ പോകുമെന്നതായിരിക്കാമോ അദ്ദേഹത്തിന്റെ നിലപാട്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജനാധിപത്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികൾ എടുക്കുന്ന നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് മാണിക്ക് അതല്ല, ആ ജനാധിപത്യം വളർന്നാലും വേണ്ടില്ല, നശിച്ചുപോയാലും വേണ്ടില്ല, ഏകാധിപത്യം പാഴ്ചയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് അപ്പുറത്താണ് ഒരു സ്ഥാനം വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നെങ്കിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അതാണ് ആ ഓരോ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് എവിടെ നിൽക്കണമെന്നുള്ളത് അതായത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. ശ്രീ KV ഹരിദാസ്, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ഇന്ന് പറഞ്ഞത് ഞങ്ങളുടെ നയം ആര് സ്വീകരിക്കുന്നു ആ നയം അംഗീകരിക്കാൻ തയ്യാറുള്ള ആരുമായും ഞങ്ങൾ യോജിക്കാൻ തയ്യാറാണ് എന്നാണ്. ഇവിടെ ഇപ്പോൾ KM മാണി നിങ്ങളുടെ നയമൊക്കെ അംഗീകരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് കേന്ദ്ര നേതൃത്വവും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ശ്രീ PK കൃഷ്ണദാസ് പോയിട്ടുണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP അതിൻ്റെ അടിത്തറ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് വിവിധ മാർഗങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പുകൾ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കേണ്ടതാണ്. നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ
കാരണം BJPക്ക് അത്ര മാത്രമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ മേഘാലയ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രാദേശിക കക്ഷി നേതാക്കന്മാരുമായിട്ട് കക്ഷികളുമായിട്ട് സഖ്യമുണ്ടാക്കി അവരെ മുന്നിൽ നിർത്തി അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് കൂടെ നിൽക്കുകയാണ് BJP ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് അത്തരം ഒരു തന്ത്രം BJPക്ക് കേരളത്തിൽ എടുത്തുകൂടാ? ഇപ്പം മാണി സാറിനെ പോലുള്ള ഒരു നേതാവ്, ഇത്രയും സീനിയറായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെയില്ല. അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞു മാണി സാറിന് അദ്ദേഹത്തിനെതിരെ ശ്രീ KVS ഹരിദാസ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അവിടെ BJP സ്വീകരിച്ച അന്ന് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് മറക്കാറായിട്ടുണ്ടോ? ആ ആരോപണം ഉന്നയിച്ചവരുടെ ഗവൺമെന്റ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കോടതിയിൽ അവർ കൊടുത്തിട്ടുള്ള 2-3 റിപ്പോർട്ടുകൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. അതിൽ കഴമ്പില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് തെളിയിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ആൾക്കാരെ തൊട്ടുകൂടായ്മ കൊണ്ട് നീക്കി മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം ഒഴിവാക്കേണ്ടത് തന്നെയാണ് പരമാവധി. എനിക്ക് തോന്നുന്നു മാണി സാറിനെ പോലുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് BJPയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ കേരളത്തിൽ NDAയുടെ തലപ്പത്ത് അദ്ദേഹത്തിന് വയ്ക്കാൻ കഴിയില്ലേ? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മാണി സാറിനെ പ്രൊജക്റ്റ് ചെയ്യാൻ NDAക്ക് കഴിയില്ലേ? അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും? ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് അത് വേദിയൊരുങ്ങില്ലേ? നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ കേരളത്തിലുള്ളത് UDF എന്ന് പറയുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമാണ്. അതിൻ്റെ കൂടെ വേറെ പാർട്ടികളൊന്നുമില്ല. ഇപ്പം മാണി സാറ് പോലും UDF ചെന്നാൽ തന്നെ ആ മുന്നണിക്ക് കേരളത്തിൽ എന്ത് രാഷ്ട്രീയ പ്രസക്തിയുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു ആത്മഹത്യാപരമായ നിലപാട് മാണി സാർ എടുക്കും എന്ന് കരുതേണ്ടതുണ്ടോ? ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട വിഷയങ്ങളാണ്. കാരണം തോറ്റു തുന്നം പാടിയ കോൺഗ്രസ് ദേശീയ തലത്തിൽ പോലും അവർക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമുക്കിന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. AICC സമ്മേളനമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ്സിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ കൂടാരത്തിലേക്ക് മാണി സാറ് വീണ്ടും പോകുമോ? ഇടതു മുന്നണിയിലേക്ക് അദ്ദേഹത്തിനെ കടത്തില്ല എന്നൊരു നിലപാട് CPI ശക്തമായിട്ട് എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിനെ വേദിയിലിരുത്തിക്കൊണ്ട് തൃശ്ശൂർ കാനന രാജേന്ദ്രൻ നടത്തിയ പ്രസംഗം നമ്മുടെയൊക്കെ മനസ്സിലില്ലേ? അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മാണി സാറിൻ്റെ മുമ്പിൽ ഒരുപാട് വഴികൾ ഉണ്ടെന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. ഒന്നുകിൽ കോൺഗ്രസിൻ്റെ കൂടെ പോകണം വീണ്ടും, അല്ലെങ്കിൽ BJPയോടൊപ്പം സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. അദ്ദേഹം തയ്യാറായാൽ എൻ്റെ ഒരു വിശ്വാസം കേന്ദ്രത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പ്രാതിനിധ്യം കിട്ടും. മന്ത്രിസഭയിൽ പോലും പ്രാതിനിധ്യം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തണോ വേണ്ടിയോ, കേരളത്തിന് വേണ്ടിയിട്ട്, കേരള കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് മാണി സാറും പാർട്ടിയും തന്നെയാണ്. അത് തന്നെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ്. ബാർ കോഴ ആരോപണം, അതിപ്പോൾ വിജിലൻസിന്റെ 2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞിരിക്കുന്നു. കോടതി ഉത്തരവ് വന്നിട്ടില്ല, എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്തുള്ള സാഹചര്യങ്ങളുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിരിക്കുന്നു വിജിലൻസ്. അവർ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ കോടതിയല്ലേ തീരുമാനിക്കാനുള്ളത്, വരട്ടെ, അതുമ്പോൾ തീരുമാനം ഉണ്ടാക്കട്ടെ, ആ സമയത്ത് ആലോചിക്കാം. ഞാൻ ആ ഒരു കാരണം പറഞ്ഞിട്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ മാണി സാറിനെ പോലുള്ളവർ പോസിറ്റീവായിട്ടൊരു നിലപാടെടുത്താൽ അത് പുറംകാലുകൊണ്ട് തള്ളിക്കടയേണ്ട ആവശ്യം BJPക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ ശ്രീ V മുരളീധരൻ്റെ പ്രതികരണം അത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കെ എം മാണിയുമായി PK കൃഷ്ണദാസ് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം അതൊരു പക്ഷേ ഒരല്പം കടുത്തതായി പോയില്ലേ എന്ന് കേട്ട എല്ലാവർക്കും തോന്നിയതാണ്. കള്ളന്മാർക്കും കൊലപാതകികൾക്കും അവരിൽ നിന്ന് വരെ നമ്മൾ വോട്ട് ചോദിക്കേണ്ടി വരുമെന്നൊരു വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം എന്താണ് മുരളീധരൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിനോട് ഇത് തന്നെ ചോദിക്കുക. കാരണം ഞാൻ ഔദ്യോഗികമായിട്ട് BJPയോട് പ്രതികരിക്കാൻ ഉള്ള അർഹതയുള്ള ആളല്ല. ഞാൻ BJPയുടെ വക്താവൊന്നുമല്ല, ഒരു BJPയുടെ സഹയാത്രികൻ മാത്രമാണ്. അത് മുരളീധരൻ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്, സംശയമൊന്നുമില്ല അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ, ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഓരോ നേതാക്കന്മാരും പാലിക്കേണ്ട ചില മിതത്വവും ചില നിലപാടുകളും ഒക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിനും നന്നായിട്ട് അറിയാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
ശ്രീ ജോബ്, ഇവിടെ ഇപ്പോൾ ശ്രീ KVS ഹരിദാസ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വലിയ വാഗ്ദാനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മുഖ്യമന്ത്രി പദവി വരെ ഒരുപക്ഷെ കെ എം മാണിയെ കാത്തിരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി പദം അത് വേറെ ആളുകൾക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള വലിയ ഉറപ്പുകളൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ലോ കെ എം മാണി കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് ഒരാൾ പറയുന്നത്. ഇത് 2000 ബാർക്കോഴ കേസിന് മുമ്പ് പാലക്കാട് പ്ലീനറി സമ്മേളനം നടന്ന സമയത്തും അന്നത്തെ CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറി, അതുപോലെ തന്നെ അന്നത്തെ CPMന്റെ നേതാക്കന്മാരൊക്കെ, ആ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അന്ന് പറഞ്ഞു കെ എം മാണി സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഉള്ള അർഹതയുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ഇപ്പോൾ ഈ ചാനലിൽ ബഹുമാനായ ഹരിദാസ് പറയുന്ന ആദ്യമായിട്ട് കേൾക്കുന്നവരാണ് ധനഞ്ജയ്ക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, BJPയുടെ ഭാഗത്തു നിന്ന് പോലും അങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഇതിനു മുൻപ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അതിനൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് അവരും പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉറപ്പുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണല്ലോ പറഞ്ഞത്. ബാർക്കോഴ കേസ് വരാനുണ്ടായ കാരണം തന്നെ എന്താണെന്ന് നിങ്ങൾ അതിൻ്റെ അകത്ത് ശക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങളത് പറഞ്ഞതാ. അപ്പോൾ ആ ഗൂഢാലോചന എങ്ങനെ വന്നതാണ്, ഏത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. അപ്പം ഇപ്പം BJPക്കാരും പറയുന്നു കെ എം മാണി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. 50 വർഷത്തിലേറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് 25 വർഷത്തിലേറെ കേരളത്തിൻ്റെ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ഒരു ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ട് രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് BJPക്കാർ മാത്രമല്ല പറയുന്നത്, CPIക്കാർ പറഞ്ഞിട്ടുണ്ട്, CPMക്കാർ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ പല പ്രാവശ്യം ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് ആദ്യമായിട്ട് ആരാണ്ട് ഒരാൾ പറയുന്നു എന്നുള്ള ഈ രീതിയിൽ ഈ ചർച്ചയ്ക്കകത്ത് കൊണ്ടുവരുന്നത് എന്തിനാ? സുരേഷ് ബാബു, ഇവിടെ മുൻപ് പലപ്പോഴും കെ എം മാണിയുടെ അദ്ദേഹം ഒരു മഹാനായ ഒരു നേതാവാണ്, അദ്ദേഹത്തെ ഇത്രയധികം പാരമ്പര്യമുള്ളൊരു നേതാവാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. കെ എം മാണിയെ കാത്തിരിക്കുന്നത് വലിയ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് അദ്ദേഹം ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. UDF ഇനി വലിയ പ്രതീക്ഷയൊക്കെ വച്ചു പുലർത്തണമെന്ന് തോന്നുന്നില്ല. കാരണം ഇവരിപ്പോൾ പറയുന്നത് ബാർക്കോഴ കേസിൽ ഉയർന്നു വന്ന ഗൂഢാലോചനയെക്കുറിച്ചാണ്. ആ ഗൂഢാലോചന ആരുടെ ഭാഗത്തുനിന്നാണ് ഉയർന്നു വന്നത് എന്നത് മുൻപ് കെ എം മാണി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് UDF ഇനി വലിയ പ്രതീക്ഷയൊന്നും വച്ചു പുലർത്തേണ്ട എന്നാണ് വരികൾക്കിടയിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു വാശിയൊന്നുമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതും എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതും അതാണല്ലോ. അദ്ദേഹത്തിന് തിരികെ UDF വരണമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം മുന്നണി വിട്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് പുറത്തു നിന്നതാണ്. അതിനുശേഷമാണ് ഓരോരുടെ ഭാഗത്തു നിന്നുള്ള ഓഫറുകളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊടുക്കാവുന്നതിലേക്ക് അതികവിഞ്ഞൊരു ഓഫറും കൊടുക്കാനില്ല. KVS കൊടുത്ത ഓഫർ അത്രയും വലിയ ഓഫറാണ്. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം കേരള കോൺഗ്രസ് എടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നന്നായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു അനിശ്ചിതത്വം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് ഒരു സ്നേഹബുദ്ധിയാ പറയാനുള്ളത്. വേറൊന്നൊരു എത്രയും വലിയ ഒരു ഓഫർ കൊടുത്തിട്ടുള്ള UDFന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഓഫറും ഇല്ല. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിട്ടില്ല. അദ്ദേഹം UDF വിട്ടുപോയിട്ടുണ്ട്. UDFിലേക്ക് തിരികെ വരാം. ആ തിരികെ വരാനുള്ള സാഹചര്യത്തെ ഞങ്ങൾ ആരും എതിർക്കില്ല. ഞങ്ങൾ വളരെ സൗമനസ്യത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കും. അർഹതപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും പ്രായത്തിന്റെ അംഗീകാരങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും UDFന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകും. അതിലും ഒരു തർക്കമില്ല. പിന്നെ ഏത് ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് ഒരു പാർട്ടിക്കെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അതിന് ഉൾക്കൊണ്ടോളൂല്ലോ. ഇടതുപക്ഷത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അവർക്ക്, BJPയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അവർക്ക്, അത് UDFിൽ നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം. ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടോ? ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടോ? ഏത് സംവിധാനമായാലും ആ സംവിധാനത്തിൽ തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനത്തെയും മാനത്തെയും അംഗീകാരത്തെയും കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചാണെങ്കിൽ അതിന് അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ തന്നെ എന്താ നമ്മുടെ നിലപാട്, എന്താ നമ്മുടെ സാമൂഹ്യ നിലപാട് എന്ന് നേതാക്കന്മാരോട് ചോദിച്ചാൽ അവരതിന് മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ ശ്രീ കെ എം മാണിയും പറയുന്നത് ഞങ്ങളുടെ നിലപാടുമായി യോജിച്ചു പോകുന്നവരാരോ അവരുമായി ഞങ്ങൾ സഹകരിക്കുമെന്നാണ്. BJP പറയുന്നത് ഞങ്ങളുടെ നിലപാടുമായി സഹകരിക്കാൻ തയ്യാറുള്ളവരോട് ഞങ്ങളിപ്പോൾ കെ എം മാണി അങ്ങനെ അതിനൊരുക്കമാണെങ്കിൽ ഞങ്ങൾ അവരെ കൂടെ കൂട്ടാം എന്ന് പറയുന്നു. ഇത്തരത്തിൽ ശ്രീ CR നീലകണ്ഠൻ, ഇതിപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോൾ ഒരു സമയം ഏറ്റവും ഒടുവിൽ കുറച്ച് സമയം അവശേഷിപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ശ്രീ KVS ഹരിദാസ് പറഞ്ഞ പോലെയാണെങ്കിൽ മുഖ്യമന്ത്രി പദം അടക്കമുള്ള ഓഫറുകളൊക്കെ വരുന്നു. അതവിടെ മാറ്റിവെച്ചാൽ പോലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം, ഇനി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൽ കൂടുതൽ സീറ്റുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ, ഇത്തരത്തിലേക്കൊക്കെയുള്ള ഓഫറുകൾ ഏറ്റവും കൂടുതൽ നൽകുന്നത് ആരോ അവരോടൊപ്പം ഞാൻ പോകുന്നു. അതാണോ ഇനി കെ എം മാണി ചെയ്യാൻ പോകുന്നത്? അല്ല, എനിക്കതിൽ അതിന് മുമ്പൊരു കാര്യം, നേരത്തെ തീരുമാനമായി എന്ന് പറഞ്ഞു. എനിക്കതിൽ ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ പറയുന്നത്. ഹരിശ്രീ അശോകൻ പഞ്ചാബി ഹൗസിൽ പറയണ മാതിരി, നമ്മൾ വോട്ട് ചോദിക്കണു, അവർ തരില്ല എന്ന് പറയണം, അപ്പോൾ ഒരു തീരുമാനമായല്ലോ. ഇപ്പോൾ ഏതാണ്ട് അത്തരത്തിലൊരു തീരുമാനമാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യില്ല, പിന്നെ വോട്ട് ചെയ്യും, പിന്നെ പറയും. ഞാൻ പറഞ്ഞത്, ഇത്ര അപഹാസ്യമായൊരു രാഷ്ട്രീയം കേരളത്തിൽ കൈകാര്യം ചെയ്തിട്ട് എന്നിട്ടും തനിക്ക് അല്ലെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മാണി ബാർക്കോഴ കേസിൽ ചെയ്തതും ഒരു കുഴപ്പമില്ല എന്ന് KVS ഹരിദാസ് പറയുന്നു, ആനത്തലവട്ടാനന്ദം പറയുന്നു, എല്ലാവരും പറയുന്നു മാണി ബാർക്കോഴ കേസ് വരട്ടെ, അപ്പോൾ ആവാം. അധികാരം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും. എനിക്ക് ഹരിദാസിനോടൊരു ബഹുമാനമുള്ളത്, അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, ആരുടെ കൂടെ കൂടിയാലും അധികാരം കിട്ടിയാൽ മതി, നല്ല കാര്യം, അത് സത്യസന്ധമായി പറഞ്ഞാൽ മതി. അങ്ങനെ പറയുന്നു. ആരുടെ കൂടെ കൂടിയാലും എനിക്ക് സംരക്ഷണം കിട്ടിയാൽ മതി എന്ന് മാണി പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ എത്ര കാലം കൊണ്ടു നടക്കണം എന്ന ഒരു ഗതികേടിലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കല്ല, ഒരു സാധാരണ പൗരൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് സംശയം. അങ്ങനെ വരുമ്പോഴാണ് ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് സമൂഹം വിലയിരുത്തുന്നത്, ചരിത്രം വിലയിരുത്തുന്നത് എന്നൊക്കെ കാണാൻ പോണേയുള്ളൂ. ഈ പറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ, ഞാൻ അവിടെ കൂടും ഇവിടെയും കൂടും അപ്പുറത്തും കൂടും എന്ന് പറയുന്നത്, അതിനോട് ജനങ്ങൾ പ്രതികരിക്കുകയല്ലാതെ അതിനെ പരാജയപ്പെടുത്താൻ വേറൊരു വഴിയില്ല. ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ദേശീയ തലത്തിലൊക്കെ BJP ഒരു സ്ഥലത്തും മറ്റ് ഭാഗത്ത് BJPക്കെതിരെ മറ്റു കക്ഷികളൊക്കെ ഒന്നിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അപ്പോഴാണ് ഈ കേരളത്തിൽ ഇത്തരത്തിൽ BJPയുമായി പോലും ഞാൻ കൂട്ടുകൂടാൻ ഒരുക്കമാണ് എന്ന തരത്തിലൊരു സൂചന കെ എം മാണിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് നൽകുന്നത്. അല്ല, അതിൽ എനിക്ക് വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. 2019 BJP എവിടെ നിൽക്കും, ഇന്ന് കാണുന്ന BJP ആണ് അന്നുണ്ടാവുക എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അതിൻ്റെ പല ലക്ഷണങ്ങളും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 സീറ്റുള്ള നാഗാലാൻഡിലോ ത്രിപുരയിലോ അല്ല നമ്മൾ കാണുന്നത്, 80 സീറ്റുള്ള UPയിലും 50 സീറ്റുള്ള ബീഹാറിലും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. BJPക്കെതിരായ അതിശക്തമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഈ വരുന്ന 2019 ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. മാണിക്ക് ഇപ്പോൾ ആ സമയത്താണ് അങ്ങോട്ട് പോകാൻ തോന്നുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോട്ടം മുടിയാൻ കാലത്ത് പീച്ചം കൊലയ്ക്കാന്ന് പറയും. അത് കൊലച്ച് വെട്ടാനും പറ്റില്ല, കളയാനും പറ്റില്ല. ഏതാണ്ട് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ്. നമുക്ക് നോക്കാം രാഷ്ട്രീയം എവിടെ വരെ എത്തുമെന്ന്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, പക്ഷേ എനിക്കതിനൊരു തൃപ്തികരമായൊരു മറുപടി ഇനിയും ലഭിക്കുന്നില്ല. ശ്രീ CR നീലകണ്ഠൻ, എല്ലാവരും ഒരുമിച്ച് ഒരു നേതാവിനെ, ആ നേതാവിൻ്റെ പാർട്ടിയെ ഞങ്ങളിലേക്ക് വരട്ടെ, സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഇത്ര വലിയ ആരോപണ വിധേയനായൊരു നേതാവാണ്, ആരോപണ വിധേയനാണ്, അദ്ദേഹം കുറ്റക്കാരനാണോ എന്നത് കോടതി പറയേണ്ട കാര്യമാണ്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ ഇങ്ങനെ സ്വാഗതം ചെയ്യാൻ ഇതെന്താണ് യഥാർത്ഥത്തിൽ ഈ നേതാവ്? കേരള രാഷ്ട്രീയം അത്രയും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ രാഷ്ട്രീയത്തിൻ്റെ സൃഷ്ടിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ നമുക്ക് രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യാനില്ല. മാണിയെ കൂടെ കിട്ടിയാൽ മാണിയെ കൂട്ടും, ഈ മാണിയുടെ പകുതി കിട്ടിയാലും മതി. മാണി അങ്ങനെ മുറിഞ്ഞാൽ ചിലപ്പോൾ പകുതി വേറെ പോകും. ആ പകുതി കിട്ടിയാലും മതി. BJPയെ സംബന്ധിച്ചോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ബാക്കി പകുതി ചിലപ്പോൾ UDFിലേക്ക് പോകും. പലതും കേൾക്കാനുണ്ട്, എനിക്കറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് എൻ്റെ മുമ്പിലുള്ള പ്രശ്നം. മാണി ഇപ്പോൾ വിശുദ്ധനായില്ലേ? മാണിയോട് എതിർപ്പ് പറഞ്ഞ എല്ലാവരും ഇപ്പം മാണി നല്ലതാന്ന് പറഞ്ഞില്ലേ? ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹം അങ്ങേറ്റത്തെ തന്ത്രജ്ഞനാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ അത് തന്ത്രമാണോ കുതന്ത്രമാണോ എന്നൊക്കെ തെളിയിക്കപ്പെടേണ്ട ചരിത്രമാണ്. ഞാനത് വിധി പറയാൻ ആളല്ല. ഇപ്പോൾ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് BJPയുമായി അദ്ദേഹം കൂട്ടുകൂടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി BJPയുമായൊക്കെ യോജിച്ചു പോയ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJPയുമായി ഒരു ഞങ്ങൾ BJPയോട് അയിത്തമുള്ളവരാണ് എന്നൊന്നും
ഒരിക്കലും കേരള കോൺഗ്രസ് മാണി വിഭാഗം പറഞ്ഞിട്ടില്ല, ഇനി അത് പറയാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഇത്ര വലിയ ഓഫറുകളൊക്കെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ വാർത്തയായിരിക്കാം കേൾക്കാൻ പോകുന്നത്. അല്ല, അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് BJP പറഞ്ഞാൽ അത് വിശ്വസിച്ച് മാണി BJPയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നവഭാഗം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒരാൾക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയൊന്നും BJPക്ക് ഇല്ല. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളെന്നുള്ള ഞാൻ പറയാണ്. നമുക്ക് ഒരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു കാലഘട്ടം വന്ന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ മാണി സാർ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന് എന്തു ആവാലോ. അല്ല, ഇപ്പോൾ കേന്ദ്ര മന്ത്രി പദവിയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രാപ്തി എന്തായാലും ഇപ്പോൾ BJPക്ക് ഉണ്ടല്ലോ. അല്ല, കേന്ദ്രമന്ത്രി പദവി ഇപ്പോൾ കൊടുക്കുക അത് കഴിഞ്ഞ കുറെ നാളുകളായി കേൾക്കുന്നതാണ്. ഒരു പക്ഷേ ഈ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ചർച്ചകളൊക്കെ ഒരിക്കൽ കൂടി ഉയർന്നു വരികയും ഇതിനൊക്കെയുള്ള സാധ്യതകളൊക്കെ കാണുമ്പോൾ ഒരു അധികാരമാണ് എനിക്ക് വേണ്ടത് എന്ന് KM മാണി വിചാരിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ മാക്സിമം അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയല്ലേ ചെയ്യൂ. അല്ല, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ തന്ത്രമോ കുതന്ത്രത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. അതിന്റെ പിന്നാലെ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും എന്നിട്ടും ആ കുതന്ത്രത്തിൽ വിശ്വസിച്ച് അതിൽ വോട്ട് ചെയ്യുന്ന ആളുകളോടും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ളവരിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യം. എല്ലാവരും അവനവൻ്റെ ഇപ്പോൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മുന്തിരിക്കോല ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുക. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അത് കിട്ടണം. അതിന് മാണി എന്നുള്ളൊരു തോട്ടി കിട്ടുകയാണെങ്കിൽ സന്തോഷം. അതായിരിക്കും എല്ലാവരും ശ്രമിക്കണേ. അദ്ദേഹം അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഇത്ര തന്ത്രജ്ഞൻ, അതാണ് നേരത്തെ അനുജ ചോദിച്ചത്, തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്. ആ തന്ത്രം വിജയിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ മാണിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് കിട്ടുമോ നോക്കിയിട്ട്. ജോബ് മൈക്കിൾ, ഇവിടെ ഞാൻ ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു മുന്നണിയിലും നിൽക്കാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇങ്ങനെ എത്ര കാലം തുടർന്നു പോകാൻ പറ്റും? അതിലൊരു തീരുമാനം ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? ഇന്നിപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ ഒരു വിഷയത്തിലൊക്കെ തീർച്ചയായും ചർച്ചകൾ നടന്നു കാണില്ലേ? ഇത് എങ്ങും തൊടാതെ ഈ സമദൂരം എന്നൊക്കെ പറയുന്നത് അത് മാണി ഗ്രൂപ്പിന് എത്രത്തോളം ഗുണം ചെയ്യും? ഇത് അനുജ, ഇത് ഈ കേരള കോൺഗ്രസ് പാർട്ടി ഈ തീരുമാനം ചാനൽക്കൊന്നിലെടുത്തപ്പോൾ ഈ ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു. 6 മാസം പോലും ഈ തീരുമാനമായിട്ട് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ എല്ലാ ചാനലുകാരും പറഞ്ഞതാ. പക്ഷെ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു ഈ തീരുമാനമായിട്ട് മുമ്പോട്ട് പോവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളിലും വിശ്വാസമുണ്ട്, പാർട്ടി നേതാവിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പാർട്ടി ശക്തമായ ജനകീയ അടിത്തറ ഉണ്ടെന്ന് കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി ഞങ്ങൾ കാണിച്ചു തന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളും അണികളുള്ള വേരോട്ടമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. അവിടെ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾ ചാനലിൽ പറയുന്ന പോലെ BJPയുടെ പുറകെ പോകാനോ അല്ല ഏതെങ്കിലും മുന്നിൽ പോകാനോ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉചിതമായ സമയത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് പാർട്ടി നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു. ഉചിതമായ സമയത്ത് ആ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ഉചിതമായ സമയം എന്ന് പറയുമ്പോൾ ആ ഉചിതമായ സമയം ഇനിയും ആഗതമായില്ലേ എന്നതാണ് ചോദ്യം. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, അവിടെ പ്രചാരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ KM മാണിക്ക് ഇനിയും പറയാനാകുന്നില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഒരു സ്ഥാനാർത്ഥി നിർത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണ്ടേ? ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാ പാർട്ടിക്കാരും സ്ഥാനാർത്ഥിയായിട്ട് ചാടുകയാണ് ചെയ്യേണ്ടത്. അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ട് അവിടുന്ന് ഉള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ ഡേറ്റ് തീരുമാനിക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ ലിസ്റ്റ് പ്രഖ്യാപിക്കും. അതിനുശേഷം നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് പറയും, വിഡ്രോ ചെയ്യാനുള്ള ഡേറ്റ് പറയും. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും പാർട്ടികൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉടനെ ഓടി ഞങ്ങളുടെ തീരുമാനം പറയണോ? അതെന്താ മര്യാദയാ? അത് നിങ്ങൾ പറയുന്ന ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ല, ഇവിടെ 10,000-ലധികം വോട്ടുകൾ നിങ്ങളുടെ പാർട്ടിക്ക് ഈ മേഖലയിൽ ചെങ്ങന്നൂരിലുണ്ട് എന്നതാണ് കണക്ക്. അപ്പോൾ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് സുപ്രധാനമാണ്. അവിടെ ഒരു മനസാക്ഷി വോട്ട് എന്നതായിരിക്കും ഇനി ഒരു പക്ഷേ നിങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നിലപാടെടുക്കാനുള്ള സമയം ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ അതിനകത്ത് പുകമറ സൃഷ്ടിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതല്ലാതെ ആരെയും മറച്ചു വെച്ചല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. അല്ല, ഞങ്ങൾ ആരുടെയും പുറകെ പോയിട്ടുമില്ലല്ലോ. അതുതന്നെയാണ് ശ്രീ CR നീലകണ്ഠൻ, ഞങ്ങൾ ആരുടെയും പുറകെ പോയിട്ടില്ല, അത് കൃത്യവുമാണ്.
ആരുടെയും പിറകെ ഞങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ നൽകാൻ ഇന്ന് വരെ മാണി ഗ്രൂപ്പ് പോയിട്ടില്ല. എല്ലാവരും അങ്ങോട്ട് പിറകെ പോവുകയാണ്. അതുതന്നെയാണ് അവരിപ്പോഴും ഉയർത്തി കാണിക്കുന്ന അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയണം. അത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫൈൻ ബാലൻസ് ഉണ്ട്, ഒരു ടിൽറ്റിംഗ് ബാലൻസ്. ആ ടിൽറ്റിംഗ് ബാലൻസായി നിന്നുകൊണ്ട് ഇത്തരം വിലപേശൽ നടത്തുന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് മറ്റു പലരും കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെയും അത് തന്നെയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞു 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ 1.5 കൊല്ലമായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. തീരുമാനം എടുക്കേണ്ടി വന്നത് ഇപ്പോഴാണ്. മറ്റേ ബഹുമാനപ്പെട്ട ഒരു MLA-യുടെ അകാല നിര്യാണം വന്നപ്പോൾ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണ് ആ തീരുമാനം. ഇപ്പോൾ ഇതിന് മുമ്പ് ആരും മരിക്കാതിരുന്ന് നന്നായിന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിന് മുമ്പ് തീരുമാനം എടുക്കേണ്ടി വന്നേനെ. തീരുമാനം എടുക്കേണ്ടത് സമയത്തല്ലേ, തെരഞ്ഞെടുപ്പിന് പോകുമ്പോഴേ ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് തെരഞ്ഞെടുപ്പിന് പോകുമ്പോഴേ ആളുകൾ പറയുള്ളൂ. അതിന് മുമ്പ് എന്തിനാ പറയണേ? പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് UDF-ന്റെ ഭാഗമായി നിന്ന് ജയിച്ച MLA-മാരാണിവർ. അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അതവർ ഉപേക്ഷിച്ചുവെങ്കിൽ ആ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് MLA ആയിട്ട് ഓടിപ്പോയി ഞങ്ങൾ വേറെ സ്വതന്ത്രമായി നിൽക്കുമെന്ന് പറഞ്ഞാൽ MLA-മാരുടെ ശമ്പളമൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെന്താ സാങ്ക്ടിറ്റി എന്ന് എനിക്കറിയില്ല. അത് അവരുടെ തീരുമാനമാണ്. പക്ഷെ അങ്ങനെ ഒരു എതിർപ്പ് ഇതുവരെ UDF-ന്റെ ഭാഗത്ത് നിന്ന് അവർ ഉന്നയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ താങ്കൾ ഈ പറഞ്ഞു വന്ന കാര്യം ഉന്നയിക്കേണ്ടതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ഇത് ശരിയല്ല എന്ന് പറയേണ്ട. പക്ഷെ അവർ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അല്ല, ഒരു ഹോപ്പ് അവിടേക്കും കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു 3 വെള്ളത്തിൽ കാലുണ്ടെന്ന്. 2 വെള്ളത്തിൽ കാലിടല്ല ഇതിനെ. അവിടെയും ഇപ്പോൾ UDF എന്താ എതിർക്കാത്തത്? ഒരു പക്ഷേ ഇനിയിപ്പോൾ LDF-ലേക്ക് മാണി പോയാൽ അല്ലെങ്കിൽ BJP-യിലേക്ക് പോയാൽ ഒരു കഷ്ണം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുവർക്കേണ്ടതേ. നമുക്ക് കാണാം. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ കേരള കോൺഗ്രസ് എത്ര പ്രാവശ്യം പിളർന്നിരിക്കുന്നു, എത്ര പ്രാവശ്യം യോജിച്ചിരിക്കുന്നു, എന്തൊക്കെ കാര്യത്തിൽ ഇവർ തമ്മിൽ തർക്കിച്ചിരിക്കുന്നു, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് കാത്താണ് UDF നിൽക്കണേ. UDF-ന് ഒരു കഷ്ണം കിട്ടിയാൽ അവർക്ക് നല്ലത്, മറ്റേ കഷ്ണം കിട്ടിയാലും മതി LDF-നും BJP-ക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് നേരത്തെ അവർ പറഞ്ഞു ശരിയാ, അവരുടെ പിന്നാലെ എല്ലാവരും നടക്കുക. പക്ഷെ അന്തിമമായി ഇത് അവരുടെ നാശത്തിലേക്കും എത്തുമെന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് അവരുടെ പിളർപ്പിലേക്ക് എത്താനാണ് ഇപ്പോൾ ഒരു വഴി കാണുന്നത്. അതായത് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യും എന്ന് എപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ള, കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ള അത് ഇവിടെയും സംഭവിക്കുമെന്നാണ്. തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കാത്തത് സമയാവാത്തതുകൊണ്ടൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞേ, തീരുമാനം പ്രഖ്യാപിച്ചാൽ ഒരു തീരുമാനമാവില്ല ഉണ്ടാവുക, 2 തീരുമാനം ഉണ്ടാവും, ചിലപ്പോൾ 3 തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കില്ല, നീട്ടി കൊണ്ടുപോകണം. നമുക്കൊക്കെ അറിയാമല്ലോ, LDF-ലേക്ക് പോയാൽ അവിടെ CPI തടയുമോ എന്നുള്ള പ്രശ്നമുണ്ട്. ഈ CPIയെ വെല്ലുവിളിച്ച് CPM എടുത്താലും മുഴുവൻ LDF-ലേക്ക് പോകുന്ന ഉറപ്പില്ല. UDF-ലേക്ക് പോയാൽ മാണിക്കും മറ്റേ ജോസ് കെ മാണിക്കും താല്പര്യമില്ല. BJP-യിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും അതിലിനി അകത്ത് എന്തൊക്കെ ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ടെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിളരാതിരിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം നീട്ടിക്കൊണ്ടു പോവുക. അവസാന ഒരു ഘട്ടത്തിൽ പിളരേണ്ടി വന്നാൽ പിളരുക. അത് അവർക്ക് ഒരു പഴയ കാര്യം, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എത്രയോ പ്രാവശ്യം മാണി സാറ് പിളർന്നും വളർന്നും തളർന്നും ഒക്കെ പോയിട്ടുണ്ട്. അത് ഇനിയും കാണാം. പക്ഷെ ഇനി ഒരു പിളർപ്പിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി ഉണ്ടോ ആ പാർട്ടിക്ക്? അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇത് പിളർന്നല്ലേ ഇങ്ങനെയായിട്ടുള്ളത്. എത്ര കേരള കോൺഗ്രസ് കേരളത്തിലുണ്ട് ഇപ്പോൾ? അതൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ കേരള കോൺഗ്രസ് ഇനിയും പിളരും, ഇനിയും വളരും, ഇനി തളരും. അത് ജനങ്ങളാണ്. ഞാൻ പറഞ്ഞത്, ഇത് ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത് ജനങ്ങളുടെ സാധാരണ മനുഷ്യൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന് ആവശ്യമുണ്ടോ? ഇതാണോ കേരളത്തിലെ രാഷ്ട്രീയം? ഈ മുന്നണികളോട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് കേരളത്തിലെ എല്ലാ മുന്നണികൾക്കും ആവശ്യമെന്ന ഒരു വലിയ വിരോധാഭാസത്തിന് മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിലേക്ക് ആണിപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആ തീരുമാനം ഇനി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുമ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ എഡിറ്റേഴ്സ് അവർ സമാപിക്കുന്നു. നമസ്കാരം.